നിന്റെ കണ്ണ് നിന്റെ സാഹചര്യങ്ങളെ കണ്ടൊതുങ്ങരുത്. നിന്റെ കണ്ണ് നോക്കേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തെ. ഇന്ന് പകൽ 100 പ്രശ്നം നിന്റെ ചുറ്റും കാണും, 100 പ്രതിസന്ധി നിന്റെ ചുറ്റും കാണും, 100 ആകുലത നിന്റെ ഭാവിക്കെതിരെ കാണും, 100 വഴികൾ നിനക്ക് ചുറ്റും അടഞ്ഞതായിരിക്കും. പക്ഷെ ഒരു ഭക്തന്റെ കണ്ണ് അടഞ്ഞ വഴികളിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ശൂന്യതയുടെ സാഹചര്യങ്ങളിലുമല്ല. ഭക്തന്റെ കണ്ണു മുഴങ്ങാലിരുന്ന് സ്വർഗത്തിലേക്ക് തുറക്കും. അവയെ നോക്കുമ്പോ വചനം പറയുന്നു, സ്വർഗത്തിന്റെ അകത്തളത്തിൽ നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭണ്ഡാരമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യന്റെ കരത്തിലെ നന്മയല്ല, ഏതോ വ്യക്തി കൊടുക്കാന്ന് പറഞ്ഞ് ചെറിയൊരു നന്മയല്ല. ഒരു ഭക്തന്റെ ഭണ്ഡാരമെന്ന് പറയുന്നത് അത് മാനുഷികമല്ല, അത് ദൈവീക ഭണ്ഡാരമാണ്. ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ? മനുഷ്യനിൽ ആശ്രയിച്ച് ജീവിതം തള്ളി നീക്കാതെ ഈ പകൽ മുഴങ്കാലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാൻ കഴിയുമെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറാ. ഉലകത്തിൽ ഇതുവരെയും ആരുടെ ജീവിതത്തിലും തുറന്നിട്ടില്ലാത്ത സ്വർഗ ഭണ്ഡാരത്തിലെ കിളിവാതിൽ തുറന്ന് നിനക്കും നിന്റെ ശുശ്രൂഷയ്ക്ക്, നിനക്കും നിന്റെ ഭാവിക്ക്, നിനക്കും നിന്റെ തലമുറയ്ക്ക്, നിനക്കും നിന്റെ കുടുംബത്തിന്, നിനക്കും നിന്റെ സഭയ്ക്ക്, നിനക്കും നിന്റെ ഭാവിക്കും വേണ്ടി എൻ്റെ ദൈവം ഒരുക്കാം. എൻ്റെ ദൈവം ഒരുക്കാം. ഈ പകൽ ശക്തനാണ്, ഈ പകൽ ശക്തനാണ്.